വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഡിസ്റ്റിംഗ്വിഷ്ഡ് co-panelists, respected elders, my dear friends. ഇൻഡിഗോയുടെയൊക്കെ ക്രൂ പറയുന്നത് പോലെ ഈ ഫ്ലൈറ്റിലെ ക്രൂ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുമെന്ന് പറയുന്നത് പോലെ ഇറ്റ്സ് ഓൾവേസ് എ ചാലഞ്ച് ടു ഡിറ്റർമിൻ ദ റൈറ്റ് ലാംഗ്വേജ് ടു സ്പീക്ക് വെൻ യു ആർ ഓൺ എ പാനൽ that speaks multiple languages. So on such occasions, I always take the privilege of leaving it to the decision of the audience to choose the language that I should be speaking in. So if you want me to speak in English, I will speak in English. If you want me to speak in Malayalam, I will speak in Malayalam. Because after all, this is for the audience to consume. Please. English? Malayalam? Okay. നമ്മുടെ ബ്രിഡ്ജിങ് സൗത്ത് എന്ന പേരിലുള്ള ഒരു കോൺക്ലേവ്, ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് വൈ സം മീഡിയ ആർ ആൻറ്റി നാഷണൽ എന്നാണ്. എന്തുകൊണ്ട് ചില മാധ്യമങ്ങൾ ദേശവിരുദ്ധരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രമൈസസ് ഉണ്ട്. ആ പ്രമൈസസ് എന്താണെന്ന് വെച്ചാൽ സം മീഡിയ ആർ ആൻറ്റി നാഷണൽ. വൈ എന്നാണ് ചോദ്യം. ആർ സം മീഡിയ ആൻറ്റി നാഷണൽ? ചില മാധ്യമങ്ങൾ ദേശവിരുദ്ധരാണ് എന്നാണോ ചോദിക്കുന്നത്? അങ്ങനെയാണോ എന്നുള്ള ഒരു ചോദ്യമാണോ? അല്ല. വൈ സം മീഡിയ ആർ ആൻറ്റി നാഷണൽ, വിച്ച് ബേസിക്കലി മീൻസ് നമ്മൾ വിശ്വസിക്കുന്നു ചില മാധ്യമങ്ങളെല്ലാം ദേശവിരുദ്ധരാണ് എന്ന്. അതെന്തുകൊണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളല്ല. എനിക്ക് എപ്പോഴും ഒന്ന് ചാർജ് ആവണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കൂടി കേൾക്കണം. അത് പ്രകോപനപരമായിട്ട് എന്തെങ്കിലും കേട്ടാലും ഒരു ചോദ്യം കേട്ടാലും അത്ര സന്തോഷം. അപ്പോൾ ഈ ഒരു ചോദ്യം ഒരുപക്ഷെ പല സെഷൻസ് ഇവിടെ നടക്കുന്നു. നിങ്ങളിൽ പല ആൾക്കാരും അതിൽ സംസാരിച്ചിട്ടുണ്ടാവാം. എന്നാൽ സംസാരിക്കാത്ത അതേപോലെ ഒപ്പീനിയനുള്ള, ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായ ഒപ്പീനിയനുള്ള നിരവധി ആൾക്കാർ ഈ കൂട്ടത്തിലുമുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രമൈസസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ചില മാധ്യമങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കുറേയധികം കൈകൾ പൊങ്ങുന്നുണ്ട്. മലയാളത്തിലും ഇതര ഭാഷകളിലും ദേശവിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ട്. പ്രശ്നമായി. ശരി, അപ്പോൾ ഗോയിങ് ബാക്ക്, എന്താണ് ദേശവിരുദ്ധത? ദേശവിരുദ്ധ മാധ്യമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഭിപ്രായപ്പെട്ട, നമ്മുടെ നാട്ടിലും ഇതര ഭാഷകളിലും ദേശവിരുദ്ധ മാധ്യമങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും, രണ്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ആ മാധ്യമങ്ങളുടെ പേര് പറയാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കരുതുന്ന, അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഈ കോൺക്ലേവ് നടത്തുന്നവരുടെ അഭിപ്രായമല്ല, ഈ പാനലിന്റെ അഭിപ്രായമല്ല, എൻ്റെയും അഭിപ്രായമല്ല. ഓരോരുത്തർക്കും ഈച്ച് ഈസ് എൻടൈറ്റിൽ ടു ഹിസ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ കരുതുന്ന ദേശവിരുദ്ധ മാധ്യമം എന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേര് പറയാൻ തയ്യാറായിട്ടുള്ള നിങ്ങളുടെ പ്യുവർ ഇൻഡിവിജ്വൽ ചോയ്സ്. അതവിടെ ഒരു താങ്കളുടെ എനിത്തിങ് പ്രിന്റ്, വിഷ്വൽ, ഡിജിറ്റൽ, എനിത്തിങ്. ഏഷ്യാനെറ്റ്. ഓക്കെ, ബർഖദത്ത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെയാണ് പറയുന്നത്. ശരി, മീഡിയ വൺ. ഓക്കെ, NDTV. വേറെ ദ ഹിന്ദു. ഓക്കെ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ഇല്ല, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ഓക്കെ, വേറെ ദേശാഭിമാനി. ഓക്കെ, ഹൗ ഐറണിക്, ദേശാഭിമാനി ദേശവിരുദ്ധ മാധ്യമമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗ ഐറണിക്. നെക്സ്റ്റ്, മാതൃഭൂമി. ഓക്കെ, മാതൃഭൂമി. ടെലഗ്രാഫ്. ഓക്കെ, ടെലഗ്രാഫ്. ദ വയർ. ഓക്കെ, മനോരമ. അതാണ് ഇപ്പോ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഏതാണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ദേശവിരുദ്ധരുടെ പട്ടികയിലേക്ക് നിങ്ങൾ ഓരോരുത്തരായിട്ട് അഭിപ്രായം പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞു.
നിങ്ങളിതൊക്കെ വായിക്കാറുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വായിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ അത് ദേശവിരുദ്ധമാണോ അല്ലയോ എന്നൊരു ഒപ്പീനിയനിലേക്ക് അവർക്ക് വരാൻ കഴിയില്ല. അടുത്ത ചോദ്യം, എന്തിനാ പിന്നെ ഇത് വായിക്കുന്നത്? പ്രിന്റ്, ഡിജിറ്റൽ, ഓൺലൈൻ, എല്ലാ തരത്തിലുമുള്ള മാധ്യമങ്ങൾ, ജേർണൽസ് ആകാം, മാഗസീൻസ് ആകാം, ഇതിലൊക്കെ തന്നെ ദേശവിരുദ്ധമായിട്ടുള്ള കോണ്ടന്റ് ഉണ്ട് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി, നിങ്ങളതിനെ ഓൺലൈനായിട്ട് സൗജന്യമാണ് എങ്കിലും വായിക്കുന്നത് വഴി, ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആ അജണ്ടയെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട്, ക്ലിക്ക് ബൈറ്റ് അല്ല, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. പക്ഷെ അതേസമയം വേറൊരു പ്രശ്നമുണ്ട്. ഇറ്റ്സ് എൻ ഇന്റലക്ച്വൽ പ്രോബ്ലം. കാരണം നിങ്ങൾക്കതിലുള്ള കോണ്ടന്റ് എന്താണെന്ന് അറിയാതെ അതിനെ വിമർശിക്കാനും കഴിയില്ല. അപ്പം നിങ്ങൾ ഇന്ന് ഒരു മാധ്യമം വരുത്തുന്നുണ്ടെങ്കിൽ ആ പത്രം വായിക്കുന്നു, പത്രം വായിച്ചതിന് ശേഷം നാളെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ പത്രം വായിച്ചിട്ട് ഇന്നിവൻ എന്താ പുതുതായിട്ട് ദേശവിരുദ്ധത പറയുന്നത് എന്ന് ചിന്തിക്കുകയാണ്. സോ സൈലന്റ്ലി നിങ്ങളുടെ ആശയപരമായിട്ടുള്ള യോജിപ്പില്ലാത്ത ഒരു മാധ്യമത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കുന്നതിന് നിങ്ങൾ ഒപ്പമുണ്ട്. നിങ്ങൾ ദേശവിരുദ്ധരാവൂ? പ്രചരിപ്പിക്കുന്ന ഒരു ദേശവിരുദ്ധരാവൂ? സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ദേശവിരുദ്ധരാവൂ? ചേടാ, അപ്പൊ ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ആം ഐ ടോക്കിംഗ് ടു ആന്റി നാഷണൽസ് എന്ന രീതിയിലത്തേക്ക് വരികയാണ്. അങ്ങനെ വേണോ? അപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് ദേശവിരുദ്ധത? അല്ലെ, എന്തൊക്കെ കാര്യങ്ങളെ നമുക്ക് ദേശവിരുദ്ധതയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? പറയൂ, എനിത്തിങ്. ഒരു പോയിന്റ്, എന്തൊരു കാരണത്താൽ ഒരു മാധ്യമം ദേശവിരുദ്ധമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു? റൈറ്റ്. നാഷണൽ ഇന്റഗ്രേഷന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ദേശവിരുദ്ധ മാധ്യമമാണ്. ഓക്കെ, ശരി. മറ്റൊന്ന്, നാഷണൽ, ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ദേശവിരുദ്ധമാണ് എന്നൊരു അഭിപ്രായം. ഇനി അതായത് രാഷ്ട്രീയ വിരോധം എന്ന് പറയുന്നത് രാഷ്ട്രവിരോധമായി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഫെയർ പോയിന്റ്. സംസ്കാരത്തിനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധതയാണ്. ഓക്കെ, അതായത് യു ആക്ട് ആസ് എ കൊളാബറേറ്റർ. നിങ്ങൾ കുറച്ച് അധികം ദേശവിരുദ്ധരായിട്ടുള്ള സംഘങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി സംഘം ചേർന്ന് സഹായിക്കുന്നു. ഓക്കെ, അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ അത് രാജ്യവിരുദ്ധതയായി മാറുമെന്നാണ്. അങ്ങനെ ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? That പ്രധാനമന്ത്രി is a sacred idol who should not be criticized. അങ്ങനെയില്ല. ഓക്കെ, ദേശ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ അല്ലെങ്കിൽ സംഘടനകളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ശരി. അപ്പൊ ഇങ്ങനെയുള്ള പല ഡെഫിനിഷൻസിൽ ഓരോരുത്തർക്ക് തോന്നുന്ന ഇതിലുള്ള ഒന്നോ ഒന്നിലധികമോ ആയിട്ടുള്ള നിർവചനങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന മാധ്യമങ്ങളെയാണ് ഒരല്പം മുമ്പ് നിങ്ങൾ നമ്മുടെ മലയാളത്തിലുള്ളതും നമ്മുടെ ബംഗാളിൽ കിടക്കുന്ന പത്രവും നമ്മുടെ ഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള മാധ്യമങ്ങളുടെ പട്ടികയിൽ പെടുത്തിയത്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളിതിനെ പ്രചരിപ്പിക്കുന്നുണ്ട്, നമ്മളിതിനെ വായിക്കുന്നുണ്ട്, നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പണം കൊടുത്തവരെ സഹായിക്കുന്നുണ്ട്. ഇനി പണം ഒന്നും കൊടുത്തില്ല എങ്കിൽ പോലും നമ്മളൊരു വാർത്ത ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുള്ള അഡ്വർടൈസ്മെന്റ് വഴി അവർക്ക് കിട്ടുന്ന വരുമാനത്തിനെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളും ഇൻ എ വേ കൊളാബറേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും ദേശവിരുദ്ധരല്ല. അപ്പൊ ഈ വാർത്ത എഴുതുന്ന മാധ്യമങ്ങൾ ദേശവിരുദ്ധരാവോ? നിങ്ങൾ ഈ വാർത്തകൾ ഷെയർ ചെയ്യാറുണ്ടോ? ഞാൻ അതിലേക്ക് വരാം, ജോർജ് സോറസിലേക്ക് ഞാൻ വരാം. ബിക്കോസ് ജോർജ് സോറസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിനെ വിമർശിക്കാനെങ്കിലും നിങ്ങൾ ഇതിനെ പ്രചരിപ്പിക്കാറുണ്ടോ? വേറൊരു വളരെ ക്ലിയർ എക്സാമ്പിൾ പറയാം. നമ്മളൊരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത, ഓൺലൈൻ ഓർ പേപ്പർ, അതിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ദേ ഇവൻ ഇങ്ങനെ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാറുണ്ടോ, പോസ്റ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്.
അപ്പൊ ഞാൻ ദേശവിരുദ്ധനാ. അപ്പൊ ബേസിക്കലി നമ്മൾ പറയുന്നത് വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അറിയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ദേശവിരുദ്ധരെന്ന് നമ്മൾ കരുതുന്ന ചില പത്രമാധ്യമങ്ങളെയൊക്കെ തന്നെ നമ്മൾ പ്രചരിപ്പിക്കാറുണ്ട്. അവർക്ക് വേണ്ടത് എന്താന്ന് പറയൂ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? അതായത് ഇവർക്ക് വേണ്ടത് എന്താണ് എന്ന് നമുക്കറിയാം. നമ്മൾ അതിനൊക്കെ തന്നെ ഒരു സൈലന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊളാബറേറ്റർ ആയിട്ട് മാറുകയാണ്. ജോർജ് സോറോസിനെ പറ്റി പറഞ്ഞു ഇവിടെ. ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അത് ജോർജ് സോറോസ് ആണ്. അദ്ദേഹം ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അദ്ദേഹം നേരിട്ടും അല്ലാതെയും ഒക്കെ ഫണ്ട് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസ്, മീഡിയ അല്ലാത്ത ഓർഗനൈസേഷൻസ് ഉണ്ട്, റിസർച്ച് ഫെയിംസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇന്ത്യയിൽ മാധ്യമരംഗത്ത് പ്രിന്റിലും ഡിജിറ്റലിലും ഒക്കെ വിദേശ നിക്ഷേപം അനുവദനീയമാണോ അല്ലേ? അനുവദനീയമാണ്. ആരാ അനുവദിച്ചേ? അനുവദിച്ചതാരെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എത്ര ശതമാനം? പക്ഷെ പലതിന് പലതാ, അല്ലെ? പ്രിന്റില് ഒരു ശതമാനം, ഡിജിറ്റലിൽ ഒരു ശതമാനം, മറ്റു മാധ്യമങ്ങളിൽ, ജേണലുകളിൽ, മാഗസീൻസിൽ ഒക്കെ പല പല ശതമാന കണക്കിലേക്ക് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഇത് സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ട് ഒരു സ്വദേശി പ്രസ്ഥാനം എന്ന രീതിയിലേക്ക് നിലനിർത്താൻ കഴിയുമായിരുന്നു. വിത്ത് ദി എക്സെപ്ഷൻ പുറത്തു നിന്നുള്ള മാധ്യമങ്ങൾക്ക്, ദി BBCs ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ CNNs ഓഫ് ദി വേൾഡ്, ഇവർക്കെല്ലാം തന്നെ ഇവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും സ്വദേശി എന്ന രീതിയിൽ തദ്ദേശമായിട്ടുള്ള ഫണ്ടിങ്ങോടുകൂടി മാത്രം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു നയരൂപീകരണവും സാധ്യമായിരുന്നു. പക്ഷേ എന്തോ ചില കാരണങ്ങളാൽ അതുണ്ടായില്ല. ഒരുപക്ഷെ ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, കൂടുതൽ നല്ല രീതിയിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി, മാധ്യമങ്ങൾക്ക് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബിസിനസ് ടു, അപ്പോൾ അതുകൊണ്ട് അത് ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പല പല രീതിയിലുള്ള നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ലിബറൽ ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈ മാധ്യമങ്ങളൊക്കെ, നിങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ ദേശവിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഇതിലേതെങ്കിലും മാധ്യമം ലൈസൻസ് ഇല്ലാതെ, രജിസ്ട്രേഷൻ ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ? സാധ്യതയില്ല. ദേശവിരുദ്ധമാണ് എന്ന് സർക്കാരിന് ഉറപ്പുണ്ടോ ഈ മാധ്യമങ്ങൾ? ഈ മാധ്യമങ്ങൾ ദേശവിരുദ്ധമാണ് എന്ന് ഭാരത സർക്കാരിന് ബോധ്യമുണ്ടോ? ചിലതെങ്കിലും. ഏതൊക്കെ? മീഡിയ വൺ ദേശവിരുദ്ധമാണെന്ന് ഇന്ത്യ ഗവൺമെന്റിന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് മീഡിയ വൺ ഇപ്പൊ പ്രവർത്തിക്കുന്നു? അപ്പൊ കോടതിയും ഇന്ത്യയുടെ താല്പര്യത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് പറയേണ്ടി വരുമോ? ദേശവിരുദ്ധ കോടതിയിലും ഉണ്ടെന്നോ? ആ പ്രസ്താവനയിൽ എനിക്ക് പങ്കില്ല. അപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായിട്ടല്ലാത്ത ഒരു മാധ്യമത്തിനും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഉയർന്നു കേട്ട ചില പേരുകളുണ്ട്. ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ചില വിലക്കുകൾ കിട്ടിയിട്ടുണ്ട്. ആ വിലക്കുകൾ കിട്ടിയിരുന്നത് എന്തെങ്കിലും ഒരു കൺവിക്ഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ വിലക്കുകൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത് എങ്കിൽ ആ വിലക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ആർജവം കേന്ദ്ര സർക്കാർ കാണിക്കണമായിരുന്നു. പക്ഷെ അതുണ്ടായോ? ചില മാധ്യമങ്ങളെ 48 മണിക്കൂർ നേരത്തേക്ക് ബാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന് ആ തീരുമാനത്തിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അത് എടുത്തിരിക്കുന്നത് ഉചിതമായിട്ടുള്ള കാരണങ്ങളാലാണ്, മതിയായിട്ടുള്ള റീസണിങ് അതിന് പിന്നിലുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഒരു സർക്കാരിനുണ്ട് എങ്കിൽ ആ 48 മണിക്കൂർ ബാൻ സെർവ് ചെയ്തതിന് ശേഷം മാത്രമേ അത് റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിവോക്ക് എന്നുള്ള വാക്ക് തന്നെയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, ഇറ്റ് എക്സ്പയർസ്. അങ്ങനെ നാച്ചുറലി എക്സ്പയർ ചെയ്തിട്ടില്ല, അല്ലേ? അല്ല, അത് ആരെ നോക്കണ്ടേ? നിയമം ശക്തമാണോ എന്ന് നോക്കേണ്ടത് പോളിസി മേക്കേഴ്സാണ്, അല്ലേ? എന്ന് വെച്ചാൽ നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മാധ്യമത്തിനെയും നമ്മൾ ദേശവിരുദ്ധത ആരോപിച്ചാലും പേഴ്സണലായിട്ട് നമ്മുടെ തന്നെ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ തന്നെ അങ്ങനെ ഡിഫൈൻ ചെയ്താലും ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, ഈ മാധ്യമങ്ങളെല്ലാം തന്നെ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി, മതിയായ അനുമതികളോടുകൂടി,
മതിയായ ലൈസൻസോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കോണ്ടന്റ് ഒക്കെ തന്നെ പലപ്പോഴും റിവ്യൂവിന് വിധേയമാണ്. അതിലുള്ള പരാതികൾ ഉണ്ടാകാം. ആ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ബോഡീസ് ഉണ്ട്, കോടതികളുണ്ട്, സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിനെ അടച്ചു പൂട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും ദേശവിരുദ്ധതയാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഉത്തമബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ ആശയപ്രചാരകരായിട്ട്, വിമർശനം എന്ന് പറയുന്നതും പ്രചരണം തന്നെയാണ്, ആ മാർഗത്തിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എവിടെയാണ്? പ്രശ്നം നമ്മളാണ് എന്നൊരു അഭിപ്രായം. യോജിക്കുന്നുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു അഭിപ്രായം, അത്രയുമെങ്കിലും യോജിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദ വയർ വായിക്കുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഇതിൽ ഒരു അഭിപ്രായം കേട്ടതുകൊണ്ട് ചോദിക്കുകയാണ്. ദ വയർ റെഗുലറായിട്ട് വായിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്? ഓക്കെ, maybe at times. Okay. Yeah. Press can brainwash its full mass. Individual was brainwash no use meaning. See, press has the power to brainwash the full mass of people reading. Individual, what he can do, what he feels, what is the use? The mass is constituted of individuals. Yeah, they have control of the mass. The mass is constituted of individuals. It can be, but they have the power to do that. That is the damage. Okay. The people who have assembled in this hall is a mass. Yes. It's actually a cross section of the society, people in different walks of life, right? Right? Yeah. If collectively, if we are say 150 people gathered in this room, we are a mass. And if we fall into a propaganda that is against our own personal beliefs, what do we make of it? അങ്ങനെയുള്ള നിലപാടുകൾക്കെതിരെ പറയുന്നവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാതെ അങ്ങേക്ക് സംവാദങ്ങളിൽ സക്ഷമമായി പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആർ യു ബിക്കമിങ് എ സൈലന്റ് കൊളാബറേറ്റർ? നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ടോ, അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ടോ, ഒപ്പീനിയൻ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം തന്നെ ഇൻ എ വേ നടക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കുന്നത്, വലിയ രീതിയിലുള്ള പ്രചരണമുള്ള മാധ്യമങ്ങളെ നമുക്ക് മനസ്സിലാക്കാം, വലിയ രീതിയിലുള്ള പ്രചരണം ഇല്ലാത്ത മാധ്യമങ്ങളെയും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പല മാധ്യമ സ്ഥാപനങ്ങളിലും റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ആ നടന്നിരിക്കുന്നതിൽ വലിയ ഇല്ലാത്ത മാധ്യമങ്ങളുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടും ഫണ്ടിങ് നടക്കുന്നുണ്ടാകും, അതുമായി ബന്ധപ്പെട്ടും ഗവൺമെന്റ് സസ്പെക്ട് ചെയ്യുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടാകും. അത് നാളെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ മാധ്യമമായി വരാനും ഒരു പക്ഷേ ദേശവിരുദ്ധത പ്രചരിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ടാകും. അതിനൊരു റീഡർ ബേസ് ഉണ്ട്, റീഡർ ബേസ് ഇല്ലാതെയല്ല. പക്ഷെ ഹ്യൂജ് റീഡർ ബേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മൾ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അതിനെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, വെദർ യു നീഡ് ടു നോ ദാറ്റ് പൊസിഷൻ ടു ഫോം യുവർ ഓൺ ഒപ്പീനിയൻ, ടു ഫോം ആൻ ഐഡിയ അഗേൻസ്റ്റ് ഇറ്റ്, ഓൾ ദാറ്റ് അസൈഡ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി ഓഫ് ദാറ്റ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ ഭാഗമാകുന്നുണ്ട്. രണ്ട്, ഇതിൽ ഉണ്ടാകേണ്ടത് എന്താണ്? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അതിന് തടയണമെങ്കിൽ ദർ ഹാസ് ടു ബി എ പോളിസി, ഒരു വളരെ കൃത്യമായിട്ടുള്ള മാധ്യമ നയം ഉണ്ടാവുക. നയം ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. നയരൂപീകരണത്തെ പറ്റി പറയാൻ പോലും പറ്റില്ല. ഇപ്പൊ സിനിമയിൽ ഒരു നയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് നയരൂപീകരണത്തിനുള്ള ആൾക്കാരെല്ലാം ജയിലിൽ പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു നയം ഉണ്ടാവുക. എന്താണ് രാജ്യത്തിന്റെ മാധ്യമ നയം? ഇപ്പൊ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ നയങ്ങൾ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസം UP-യിൽ യോഗി ആദിത്യനാഥ് ഗവൺമെന്റിന്റെ ഒരു നയമുണ്ടായി. ഡിജിറ്റൽ മീഡിയ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ദേശവിരുദ്ധത ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള തീരുമാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം വരുമാനമാണ് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നത്, തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഗൈഡ് ലൈൻ. യു മേ ലൈക്ക് ദ ഗൈഡ് ലൈൻസ് ഓർ നോട്ട്, പക്ഷേ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസ് ദ ബേസിക് മിനിമം സ്റ്റെപ്പ് 1 ആണ്. ചുരുങ്ങിയത് നമുക്ക് ഇത്തരത്തിലൊരു മാധ്യമ നയം ഉണ്ടാകണം. ആ നയം ഉണ്ടാകണമെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല, വായനക്കാരോ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇതിന്റെ സബ്സ്ക്രൈബേഴ്സോ വിചാരിച്ചാൽ പറ്റില്ല. നേരെ മറിച്ച് അത് വിചാരിക്കേണ്ടത് സർക്കാരാണ്. നിരവധി ബാക്ക്ലാഷ് ഉണ്ടാകാം, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം.
പക്ഷേ എല്ലാവർക്കും അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് അവരുടെ എല്ലാം തന്നെ ഒപ്പീനിയൻ ഫോം ചെയ്തതിന് ശേഷം അവരുടെ അഭിപ്രായം എടുത്തതിന് ശേഷം അതിനെ സ്വാംശീകരിച്ച് ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നയം ഉണ്ടാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മെ ഭരിക്കുന്നവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതൊരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മാധ്യമ സ്വാതന്ത്ര്യത്തിനോ വിഘാതമാവുകയില്ല. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദേശീയ നാഷണൽ ഇൻ്റഗ്രേഷൻ അല്ലെ, ദേശീയോദ്ഗ്രഥനം എന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു. കേരളത്തിലടക്കം വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ അവരുടെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായത് നമ്മൾ കണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത്, അന്ന് ചോദിക്കേണ്ടിയിരുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്ക് കാശ്മീരിനെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണോ, അതോ കാശ്മീരിനെ രാജ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം അവർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക നിയമനിർമ്മാണം വേണോ? ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് കാശ്മീരിനെ നിങ്ങൾ ഇന്ത്യയോട് ചേർത്ത് കഴിഞ്ഞാൽ അത് ഇൻ്റഗ്രേഷൻ ആവുകയും അതല്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യത്തിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നിർത്തുന്നു എന്ന രീതിയിലത്തേക്ക് പറയാനായിട്ട് ആൾക്കാർക്ക് സാധിക്കണം. അതേപോലെ നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി സംസാരിക്കുന്നു. മാധ്യമങ്ങൾക്കൊരു പക്ഷമുണ്ട്, മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്കൊരു പക്ഷമുണ്ട്. ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് സിവിൽ നിയമങ്ങളിൽ നിങ്ങളുടെ മതം അനുഷ്ഠിക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ വന്ന് ആൾക്കാരെല്ലാവരും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും ഒക്കെ ആയിട്ട് മാറി നിൽക്കണോ, അതോ എല്ലാ ആൾക്കാർക്കും സിവിൽ നിയമങ്ങൾ ക്രിമിനൽ നിയമങ്ങൾ പോലെ ഏക സ്വരൂപത്തിൽ ഏകരൂപത്തിൽ വന്ന് നിൽക്കണോ? അതാണോ ഇൻ്റഗ്രേഷൻ, മറ്റേതാണോ ഇൻ്റഗ്രേഷൻ എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പോലും മാധ്യമങ്ങൾക്ക് വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. മാധ്യമങ്ങളെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഹിന്ദുയിസത്തിനെ പറ്റി പറഞ്ഞു. വളരെ സിമ്പിൾ കാര്യം. ശിവനെ ആരാധിക്കുന്ന ആൾക്കാർ, ശൈവ പ്രാക്ടീസിലേക്ക് പോകുന്ന ആൾക്കാർ ഹിന്ദുക്കളല്ല എന്നൊരു പ്രചരണം നമ്മൾ കണ്ടതല്ലേ? തമിഴ്നാട്ടിലടക്കം വളരെ ശക്തമായിട്ട് വന്ന ഒരു കാര്യമാണ് ശിവനെ ആരാധിക്കുന്ന ആ ഒരു സെക്ട് ഓഫ് പീപ്പിൾ അത് ഹിന്ദുക്കളല്ല, ഇറ്റ് ഈസ് നോട്ട്, ശൈവിസം ഈസ് നോട്ട് ഹിന്ദുയിസം എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം ഉണ്ടായി. ഇത് തന്നെയാണ്, ഒന്നിനെ അതിൽ നിന്ന് മാറ്റി പലതാക്കി നിലനിർത്തിക്കൊണ്ട് അതിനു വേണ്ടുന്ന ഒരു അജണ്ട ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇൻ്റഗ്രേഷൻ അല്ല, നേരെ മറിച്ചത് സെപ്പറേഷനാണ്. ഇത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ജാതീയതയാണ്. ജാതി നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ആരാണ്? ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കൊരു ജാതി ഉണ്ട് എന്ന് പറയുന്നത് സർക്കാരാണ്. നിങ്ങളോട് കുട്ടി ജനിക്കുന്ന സമയത്ത് ആ ഷീറ്റിൽ കുട്ടിയുടെ ജാതിയും മതവും എഴുതി തരാൻ പറയുന്നത് സർക്കാരാണ്. എന്നിട്ട് സർക്കാർ തന്നെ മറ്റൊരു ഭാഗത്ത് പറയും ജാതി പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരെ നായരെ നായരായും ക്ഷത്രിയനെ ക്ഷത്രിയനായും ബ്രാഹ്മണനെ ബ്രാഹ്മണനായും ഈഴവനെ ഈഴവനായും പുലയനെ പുലയനായും പറയനെ പറയനായും മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരാതെ തടുക്കുന്നതും മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും ആ കാര്യത്തിൽ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അഖണ്ഡത എന്ന് പറയുന്നത്, ആ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ഇൻ്റഗ്രിറ്റി ഉണ്ട്, ആൾക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളെയും ഹനിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അഭിപ്രായ മാധ്യമ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നയം, വളരെ ക്ലാരിറ്റി ഉള്ള ഒരു നയമാണ് രാജ്യത്തിന് ആവശ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.